everyone, welcome back to my channel Glimpse of Zephania. എൻ്റെ ബാക്കിലുള്ള വ്യൂ നോക്കിക്കേ, എന്ത് രസമാണല്ലേ. ഇതിപ്പോൾ ഞങ്ങൾ സ്റ്റേ ചെയ്യണ മരിയ ക്ലിഫിൻ്റെ മേളിൽ നിന്നുള്ള വ്യൂ ആണ്. നമ്മളിപ്പോൾ കറൻ്റ്ലി ഉള്ളത് മൂന്നാറാണ്. മൂന്നാർ ടൗണിൽ നിന്ന് 5 കിലോമീറ്റേഴ്സ് മാറിയിട്ടാണ് ഈ ഒരു റിസോർട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണാം. ഇന്നലെ രാത്രി നല്ല കോടയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ രാവിലെ ആയപ്പോഴേക്കും ഈ ഹിൽ വ്യൂ നോക്കിക്കേ, നല്ല രസമില്ലേ. അവിടെ താഴെ പൂളൊക്കെ ഉണ്ട്, നമുക്ക് അങ്ങോട്ടൊക്കെ കൂടെ പോയിട്ട് വരാം. ഇത് റിസോർട്ടിലേക്ക് കയറുന്ന ഒരു വഴിയാണ് കേട്ടോ. ഈ സൈഡിൽ പാറയെന്നൊക്കെ വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകാൻ നല്ല രസമുണ്ട്. ഇന്നലെ രാത്രി ഇവിടെ നല്ല ഇങ്ങനെ പൊടിമഴ വീണിരുന്നു, നല്ല രസമായിരുന്നു. നമുക്ക് താഴേക്ക് പോകണം. താഴെയാണ് പൂള് വരണത്. നമ്മൾ അവിടെയാണ് നിന്ന് വെച്ചേ. ഇതാണ് സ്ഥലം, മരിയ ക്ലിഫ്. നമ്മുടെ വണ്ടി നമ്മൾ അവിടെ വെച്ചത്. ഫ്ലവർ നോക്കി, 2 ഷെയ്ഡ്, നടുക്ക് ലൈറ്റിലും ഇവിടെ ഓറഞ്ച് ഷെയ്ഡ്. എവിടെ സവിൻ? എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലത്തെ രാത്രിത്തെ സ്റ്റേ? രാത്രി അടിപൊളിയായിരുന്നില്ലേ? അതെ, സൂപ്പറായിരുന്നു. നമ്മൾ റിസോർട്ടിൻ്റെ താഴേക്ക് നടക്കണേ. ഇതുപോലെ ഇങ്ങനെ വലിയ സ്ലോപ്പാണ്. ഇങ്ങനെ സ്ലോപ്പ് താഴേക്ക് ഇങ്ങനെ ഒരു റോഡുണ്ട്. അതെ, ഇറങ്ങാൻ നല്ല സുഖമായിരിക്കും, കയറാനായിരിക്കും നല്ല രസമുണ്ട്. അവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ പിങ്ക് ഇത് ലാവൻഡർ അല്ലേ. ഇവിടുത്തെ മൂന്നാറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? എല്ലാ ഫ്ലവേഴ്സും ഭയങ്കര കളർഫുള്ളായിരിക്കും. മൂന്നാറിന്നല്ല, ഓൾമോസ്റ്റ് എല്ലാ ടോപ്പ് സ്റ്റേഷൻ, ഈ മറ്റേ ഹിൽ സ്റ്റേഷനിലൊക്കെ ഉള്ള ഫ്ലവേഴ്സിന് ഭയങ്കര കളറായിരിക്കും. എന്നാൽ അതേ ഇതിൻ്റെ ചെടിയുടെ തയ്യൊക്കെ എടുത്ത് നമ്മൾ വീട്ടിൽ കൊണ്ട് വെച്ചല്ലേ, അത് കിട്ടൂല. ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ ആ ഒരിത്. ഇവിടെ നോക്കിയതേ, ഈ ഫ്ലവറിൻ്റെ ഒക്കെ കളറൊക്കെ കണ്ടോ? ഞാൻ അവിടെ മേളിൽ ഒരു യെല്ലോ ഫ്ലവറൊക്കെ കണ്ടു, അതിനൊക്കെ ഭയങ്കര കളറാണ്. നമ്മൾ ഈ ടേണിലെത്തി. ഇതൊരു ഹെയർ പിൻ തന്നെയാണ്. ഇന്നലെ രാത്രി ഇവിടെ ഫുള്ളിങ്ങനെ കോട ഇങ്ങനെ കയറി മേളിലോട്ട് ഇങ്ങനെ കോട പോകണമായിരുന്നു. അതിൻ്റെ ക്ലിപ്പ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. വെള്ളം ഒഴുകിയിട്ട് പായലുണ്ടിട്ട് രണ്ടും കൂടെ തലകുത്തി വീണ നല്ല രസമായിരിക്കും. ഇന്നലെ രാത്രി നമ്മൾ വാട്ടർഫോളിൻ്റെ സൗണ്ട് കേട്ടായിരുന്നതേ, ഇതിൻ്റെ സൗണ്ടായിരുന്നു. പിന്നെ അവിടെ ഈ മലയുടെയൊക്കെ ഇടയിലായിട്ട് ഒരു അമ്പലമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇന്നലെ അവിടെ ഉത്സവമായിരുന്നു. രാത്രി നമ്മൾ ഉറങ്ങണ സമയം വരെ, എന്ന് വെച്ചാൽ ഒരു 1 മണി 2 മണി വരെയൊക്കെ അവിടെ ഇങ്ങനെ പാട്ട് വെച്ചുകൊണ്ടിരിക്കണേന്ന്. കുറേ ഇങ്ങനെ ഭക്തിഗാനങ്ങളൊക്കെ പോലത്തെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കണായിരുന്നു. ഇതൊരു വലിയ പാറയിലാണ് ഈ റിസോർട്ട് വെക്കണത്. താഴേലൊക്കെ റിസോർട്ടിൻ്റെ പണി നടക്കണ്ടെന്ന് തോന്നണല്ലേ. പിന്നെ അപ്പുറത്തെ സൈഡിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അത്യാവശ്യം നല്ലൊരു ഏരിയ, മൂന്നാറിൻ്റെ അത്യാവശ്യം നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട് ഇവിടെ നിന്ന്. ഇവിടെ ഇതുണ്ടോ, അവിടെ കൂടെ റോഡൊക്കെ ഉണ്ട്, വണ്ടിയൊക്കെ പോണുണ്ട്. രാത്രിയൊക്കെ അവിടെ കൂടെ വണ്ടി പോകണ നല്ല രസമുണ്ടായിരുന്നു. സോ ഹാപ്പി ഗൈസ്, ഐ എം സോ ഹാപ്പി. ഒട്ടും വിചാരിക്കാണ്ട് നമ്മൾ ധനുഷ്കോടി പോയി. അതും അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ധനുഷ്കോടിയിൽ നിന്ന് നമ്മൾ മധുരയിൽ നിന്ന് നേരെ വീട്ടിലോട്ട് പോകാമെന്നുള്ള പ്ലാനിലായിരുന്നു. ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാണ്ട് മൂന്നാറിൽ സ്റ്റേ എടുത്ത് ആ സ്റ്റേയും അടിപൊളിയായി. ഭയങ്കര സന്തോഷം. എൻ്റെ ഫേസൊക്കെ ഭയങ്കര ഇതായി, ടാൻ അടിച്ച്. കാരണം ധനുഷ്കോടിയിൽ നല്ല വെയിലായിരുന്നല്ലോ, ടാൻ അടിച്ച്
ഭയങ്കര സീനായി പോയി. പക്ഷേ ഇവിടെ വന്ന് ആ തണുപ്പ് കൂടെ കൊണ്ടുകഴിഞ്ഞപ്പോഴേക്കും ട്രിപ്പ് സെറ്റായി. അപ്പം നമ്മളുടെ 4th ഡേ അല്ലേ, നമ്മൾ തേഴ്സ്ഡേ ഇറങ്ങിയതാണ്. തേഴ്സ്ഡേ ഫ്രൈഡേ ഇന്ന് സൺഡേ അല്ലേ. തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ 4ാമത്തെ ദിവസമാണ് ഗൈസ്. നമ്മൾ ഇത്രയും കണ്ടിന്യൂസ് ലോങ് ട്രിപ്പ് അടിച്ചിട്ടില്ല ആക്ച്വലി. എപ്പോഴും നമ്മളൊന്നെങ്കിൽ 1 ഡേ പോയി തിരിച്ചു വരാം, അല്ലെങ്കിൽ 1 ഡേ അവിടെ സ്റ്റേ ചെയ്തിട്ട് തിരിച്ചു വരാം, അങ്ങനത്തെ പരിപാടിയൊക്കെയാണ് ചെയ്തേക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി 3 സ്റ്റേ ചെയ്ത്. ഒന്ന് രാമേശ്വരത്തെ സ്റ്റേ, അത് ഹൊറിബിളായിരുന്നു. 2ാമത്തത് മധുരയിലെ സ്റ്റേ, അത് നല്ലതായിരുന്നു. 3ാമത്തത് ഇവിടുത്തെ സ്റ്റേ, മരിയ ക്ലിഫിലെ സ്റ്റേ, അത് അടിപൊളിയാണ്. അപ്പോൾ മൂന്നാർ ആരെങ്കിലും സ്റ്റേ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നോ. ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇറങ്ങുമ്പോൾ കുറച്ച് സ്റ്റീപ്പാണ് റോഡ്, അപ്പോൾ അത് മാത്രമേ ഉള്ളൂ. ബാക്കി ഇവിടുത്തെ സ്റ്റേയും സർവീസും എല്ലാം അടിപൊളിയാണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ മൂന്നാർ വരുമ്പോൾ സ്റ്റേ ഒക്കെ അന്വേഷിക്കണമെങ്കിൽ ഇങ്ങോട്ട് വന്നോട്ടെ. ഞാൻ ബാക്കിയുള്ള ഇതൊക്കെ കാണിച്ചു തരാം. പൂളിൻ്റെ അവിടുത്തെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, അപ്പോഴേക്കും നമ്മൾ താഴേക്ക് ഇറങ്ങി വന്നു. നമുക്ക് ചെന്നിട്ട് പൂളൊക്കെ ഞാൻ കാണിച്ചു തരാവേ. അങ്ങോട്ട് തിരിച്ച് കയറിയിരുന്നേ. ഫോട്ടോഗ്രാഫർ സവിൻ എന്തൊക്കെയോ ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. എല്ലാം കാണാൻ നല്ല രസമുണ്ട്. ഇങ്ങനെ ലൈറ്റൊക്കെ അടിക്കണോണ്ടല്ലേ. ഇവിടെ കുറച്ച് നേരം മുമ്പ് ഒരു കിളി വന്ന് ഭയങ്കര ഒച്ചയായിരുന്നു. പക്ഷെ അത് ഞാൻ വ്ളോഗിൽ ആഡ് ചെയ്തില്ല, ഷോർട്സ് മാത്രമാണ് എടുത്തത്. കേറങ്ങട്. നമ്മൾ പൂളിൻ്റെ ഭാഗത്തേക്ക് വന്നേക്കാണ്. ഇന്നലെ അത് ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല രസമായിരുന്നേ. അത്യാവശ്യം ഒരു അടിപൊളി പൂളാണ്. പിള്ളേർക്ക് നിൽക്കാനുള്ള സ്ഥലം, വലിയവർക്ക് നിൽക്കാനുള്ള സ്ഥലം. അതിൻ്റെ സൈഡിൽ തന്നെ ഈ ഹിൽ വ്യൂ. ഇതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ഈ സ്റ്റേയുടെ. പൂളിൻ്റെ സൈഡിൽ നിന്ന് എങ്ങനെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. അവിടെ ഓപ്പണിംഗ് ഉണ്ട്, ഇവിടെ ഓപ്പണിംഗ് ഉണ്ട്. നടന്ന് നേരെ വരുമ്പോൾ ആ ഭാഗത്തൊക്കെയും വാട്ടർഫോൾസ് ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ നിന്നൊക്കെ സൗണ്ട് വരുന്നുണ്ട്. ഹേയ് സവിൻ. അതെ, നമ്മളൊരു 2 ചായ പറഞ്ഞിട്ടുണ്ട്. മൂന്നാർ ടീ. ശരിയാ, അന്ന് വർക്ക് നടക്കുന്നുണ്ട് അവിടെ. ഐ ലവ് മരിയ ക്ലിഫ്. ഇന്നലെ രാത്രി ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല രസമായിരുന്നില്ല. നമ്മൊരു ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പൂളിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. അതെ, സ്റ്റോറി ഇട്ടിട്ടുണ്ട്, പോസ്റ്റല്ല. ഫോട്ടോഗ്രാഫർ എന്നുവെച്ചാൽ ക്രിയേറ്റീവാണോ? അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ കൈയൊക്കെ ഇട്ടിട്ട് ഫോട്ടോ എടുക്കുക. എന്താ ഗൈസ്, ഈ ബിൽഡിങ്ങിൻ്റെ അകത്തൊരു പാറ പെയിൻ്റ് അടിച്ച് വെച്ചേക്കണം. അവരത് മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ അവരുടെ ഡിസൈനിനെ കോംപ്ലിമെൻ്റ് ചെയ്ത്. ഇത് പാറ, ആക്ച്വലി ഇത് പാറ. അതിൻ്റെ ഉള്ളിൽ അവിടെ പാറ പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. ചായ വന്ന ഗൈസ്, നമുക്ക് ചായ കുടിക്കാം. ആസ്വദിച്ചുകൊണ്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. കിണ്ണം ചായ. എങ്ങനെയുണ്ട് ചായ? അടിപൊളിയല്ലേ? നല്ല ചായ, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല സൂപ്പർ ചായ. മൂന്നാർ വന്നിട്ട് ചായ കുടിച്ചില്ലെങ്കിൽ എങ്ങനെയാണെന്നല്ലേ. എനിക്ക് തന്നെ അവിടെ ചായപ്പൊടി സെയിലിനുണ്ടെന്ന് തോന്നുന്നു. എന്താ പേരെനിക്ക് മനസ്സിലായി. തലയാർ ടീ. ഞാൻ പറഞ്ഞത് ഇവിടെ ചായപ്പൊടി സെയിലിന് വെച്ചിട്ടുണ്ടെന്ന്. തലയാർ തലയിൽ വെറുന്നാണോ? അല്ലല്ലേ, തലയാർ. കുറേ നേരത്തെ മോട്ടിവേഷന് ശേഷം സവിൻ പൂളിൽ ഇറങ്ങാൻ പോണാണ്. അതിപ്പോൾ ഇത്രയും ടൈമായില്ലേ?
വെളുപ്പിനൊക്കെ വെച്ചെങ്കിൽ മരവിച്ച് പോയാല്. ഇറങ്ങി ഇറങ്ങി. അതെ, ആ കഴുത്തും കൂടെ മുങ്ങി കഴിയുമ്പോഴേ തണുപ്പ് ശരിക്കും അറിയുള്ളൂ. ആ കൊറേ നേരം ഇറങ്ങാൻ വേണ്ടിട്ട് ഒരു തോര. എല്ലാം ഒരേ ലെവലല്ലേ? ഒരേ ലെവലല്ലേ? സവിൻ വെള്ളത്തിൽ കളിക്കണ കണ്ടിട്ട് എനിക്ക് സഹിക്കണില്ല. ഞാനും ഇറങ്ങാൻ വേണ്ടിട്ട് പ്ലാൻ ചെയ്ത് നമ്മള് സവിൻ എന്നെ പ്രലോഭിപ്പിച്ച് പൂളിലിറക്കി. എനിക്ക് തണുത്തിട്ട് നിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വീഡിയോസ് ഒന്നും ആ പൂളിൽ ഇറങ്ങിയപ്പോ എടുക്കാൻ പറ്റില്ല. ഫുള്ള് നനഞ്ഞിരിക്കണേ. എനിക്ക് തണുത്തിട്ട് ഒരു രക്ഷയില്ല. അടിപൊളി ഫീലായിരുന്നു. അവര് പറഞ്ഞത് ഇനിയും ദിവസങ്ങളൊക്കെ കഴിയും തോറും നല്ല തണുപ്പാവുന്നത്. ഇപ്പൊ മേളിൽ നിന്നൊക്കെ രാവിലെ നല്ല വെയിലായിരുന്നു. ഇപ്പൊ കോട ഇറങ്ങാൻ വേണ്ടി തുടങ്ങി. അങ്ങോട്ട് നോക്കിക്കോ. അവിടുന്ന് മേളിൽ നിന്ന് കോട ഇറങ്ങിയാണ് വേണ്ട. സൂപ്പർ സൂപ്പർ ഗൈസ്. അപ്പോൾ നമ്മൾ ചെക്കൗട്ട് ചെയ്യണതാണ്. സ്റ്റേ എല്ലാം അടിപൊളിയായിരുന്നു അല്ലേ? അതെ, ഇനി നമുക്ക് നേരെ വീട്ടിലോട്ട്. എത്ര ദിവസമായി ഇറങ്ങിയിട്ട്? അതെ, ഇപ്പൊ നോക്കിക്കേ. അതെ, രാവിലെ നമ്മൾ എഴുന്നേറ്റപ്പോ അത്യാവശ്യം സൂര്യനെയൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു വൈബായിരുന്നു. അതും അടിപൊളിയായിരുന്നു. ഇപ്പൊ നോക്കിക്ക് കോട ഇറങ്ങാൻ തുടങ്ങി. വാട്ടർഫോൾ ഉണ്ട്, അത് ഞാൻ നേരത്തെ കാണിച്ചായിരുന്നു. സൗണ്ട് നമുക്ക് എപ്പോഴും ഫീൽ ആവും. അതെ, പിന്നെ അവിടെ ഒരു അമ്പലമുണ്ട്. ഇന്നലെ രാത്രി തുടങ്ങി അവിടെ നിന്ന് പാട്ട് കേൾക്കണേ. അതായത് അവിടെ എന്തോ പരിപാടിയൊക്കെ ഉത്സവം നടക്കണോണ്ടിട്ട് അവിടെ നിന്ന് ഫുൾ ടൈം പാട്ട് കേട്ടോണ്ടിരിക്കണേ. അതൊക്കെ അടിപൊളി വൈബായിരുന്നു. അപ്പൊ നമുക്ക് പോവാം സെവിൻ. പിന്നെ വീട്ടിലോട്ട് പോവാം. അതെ, നേരെ കൊച്ചി. ഫോർത്ത് ഡേ ബ്രേക്ക്ഫാസ്റ്റ് എഗെയിൻ. ഇന്നലെ രാത്രി പൊറോട്ട. പൊറോട്ട വിട്ടിട്ടൊരു കളിയില്ല. അതാകുമ്പോ അതെ, അതാകുമ്പോ വയറ് സെറ്റ് ആയിട്ടിരിക്കും. ഇത് റിസ്ക് ഇല്ല ഈ പരിപാടി. റൈസ് ആണെങ്കിൽ നമുക്ക് റിസ്ക് ആയിരിക്കും. ഓക്കെ, പൊറോട്ട കഴിച്ചത് മൂന്നാറിലോട്ട് പോകുന്ന റൂട്ടുള്ള ഹോട്ടൽ അച്ചൂസ്. നല്ല ഫുഡായിരുന്നു. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു സൈൻ? ഫുഡ് എങ്ങനെ ഉണ്ടാന്ന് വെച്ചാൽ പൊറോട്ടയും ബീഫും ആണ്. പക്ഷെ നമ്മുടെ ആ ഒരു ടേസ്റ്റ് എനിക്ക് തോന്നുന്നില്ല. എനിക്കിഷ്ടപ്പെട്ടു. ആവറേജ്. ഞാൻ ഉദ്ദേശിച്ചൊരു ബീഫിലേക്ക് എത്തിയില്ല. പക്ഷെ എനിക്കിഷ്ടപ്പെട്ടു. എക്സ്പെക്ടേഷൻ ഉണ്ടല്ലോ. എനിക്കിഷ്ടപ്പെട്ടു. വറുത്തരച്ച ബീഫായിരുന്നു. എനിക്ക് എന്റേതാ പറഞ്ഞ. അതെ, താങ്കൾ അങ്ങനെയാണ്. ഓ, അതുകൊണ്ടായിരുന്നു. നമ്മളിപ്പോൾ ചീയപ്പാറ വാട്ടർഫോൾസിൻ്റെ അവിടെ എത്തി. 7 പച്ചമാങ്ങ. ആരാടാ പോടാ? അവൻ നമ്മുടെ ഇത് വാങ്ങിക്കാൻ വേണ്ടി. പോടാ പോടാ പോടേക്കാ. താങ്ക് യു സെവൻ. പൊക്കോണം. പിന്നെ നോക്കിക്കൊണ്ടിരിക്കണേ. നമുക്ക് കഴിക്കാം. തിരിച്ച് നമ്മള് കൊച്ചിയിലെത്തി. എത്തിയിട്ട് ആദ്യം വന്നത് എന്താണ്? എവിഡൻസ്. അതെ, മന്തി കഴിക്കണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ അറബിക്കന് വന്നിട്ടാണ് വെയിറ്റിംഗ് ഫോർ മന്തി. നമ്മുടെ മന്തി എത്തിയിരിക്കുകയാണ് ഗൈസ്. മന്തി കേട്ടപ്പോഴേക്കും പറയണതൊക്കെ എല്ലാം തെറ്റിപ്പോണുണ്ടല്ലോ. അതെ, വെള്ളി ശനി ഞായർ. ഇന്ന് ഞായറാഴ്ച. ശരി, എനിക്ക് ചിക്കൻ മാത്രം മതി. അപ്പം നമുക്കിനി കഴിച്ചിട്ട് കാണാം ഗൈസ്.